पति ब्रह्मचारी। ഉറപ്പായിട്ടും ഇതിൽ കുറെ ഗ്ലൂ മിക്സ് ആയെന്നാ തോന്നുന്നേ. ഇതെന്താ ഇത്രയും സ്റ്റിക്കി ആയിരിക്കുന്നേ? ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇത്ര കഷ്ടമാവുന്ന എങ്ങനെയാ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മോണിക്ക, എന്താ എന്താ അമ്മേ? എന്റെ ഈശ്വര, അടുക്കളയിലുള്ള ഭൂകമ്പം ഉണ്ടായോ? മോണിക്ക, ആ കണക്ക് പുസ്തകം എടുത്തോണ്ട് വന്നേ. ചെല്ലേ, വേഗം കൊണ്ടുവാ. എഴുതിക്കോ. 180 രൂപയോളം ആട്ട, 90 രൂപ വില വരുന്ന ചായപ്പൊടി, 100 രൂപ മസാല, മൊത്തം 370 രൂപയായി. 370 രൂപയുടെ നഷ്ടം ഇവള് വരുത്തിയിരിക്കുന്നത്. എനിക്കിതൊന്നും ശരിക്കും പരിചയമില്ലാത്തോണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് വേണോ ഇതെല്ലാം പഠിക്കാൻ? ആട്ട കുഴയ്ക്കാൻ അറിയില്ലെന്നാണോ, അത് ഒന്നും അറിയില്ലെന്നാണോ? നിന്റെ വലിയ വീട്ടുകാര് നിന്നെ ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലെന്നാണോ? ആര് പഠിപ്പിക്കാനാ? ഇവളുടെ തള്ള തന്നെ നേരത്തെ ഇട്ടിട്ട് പോയതല്ലേ. പിന്നെ ഇവളുടെ തന്തയാണെങ്കിൽ അയാളുടെ തലയിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. ചുമ്മാതല്ല ഇവളുടെ അമ്മ ഓടിപ്പോയത്. അല്ലെങ്കിൽ ഇവളുടെ പ്രവൃത്തി കണ്ട് നാണം കെട്ട് തല കുനിച്ചേനെ. നിങ്ങൾക്ക് എന്തൊക്കെ ദേഷ്യം തീർക്കണമെങ്കിലും അത് എന്നോടായിക്കോളും. പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം ഒന്നും പറയരുത് പ്ലീസ്. എന്നാ നീ ശ്രദ്ധിച്ചു കേട്ടോ. 1 കിലോ പഞ്ചസാര, 2 കിലോ പരിപ്പ്, പിന്നെ ഈ ആട്ടയും എണ്ണയും 15 കിലോ അരിയും. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. മല്ലി, മഞ്ഞൾ, മുളക് എല്ലാം കൂടെ ചേർത്തിട്ടായാലും 5000 രൂപയ്ക്ക് മുകളിൽ വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. എന്നിട്ട് നീ ഇതുപോലെ നഷ്ടം വരുത്തുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും മാസത്തിൽ പകുതി ദിവസം പട്ടിണി കിടക്കേണ്ടി വരും. സോറി. സോറിയോ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാനൊരു വാക്ക് തരാം. ഞാൻ പതുക്കെ പതുക്കെ എല്ലാം പഠിച്ചോളാം. ഇപ്പോ അമ്മ ഒന്ന് പറഞ്ഞു തന്നാ മതി. അതുപോലെയൊക്കെ ഞാൻ എല്ലാം വൃത്തിയായിട്ട് ചെയ്തോളാം. എന്ന് ആദ്യം നിന്റെ അഴിഞ്ഞു കിടക്കുന്ന മുടിയൊന്ന് കെട്ടിവെക്ക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പണികൾ ചെയ്യാൻ തയ്യാറാവാം. മനുഷ്യന്മാർക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കും. നിങ്ങൾക്ക് ധൈര്യവും കുറച്ച് ക്ഷമയും മതി. പിന്നെ നിങ്ങളുടെ കാലം എത്ര വേഗം ശരിയാവുമെന്ന് കണ്ടോളൂ. എന്റെ ശരിക്കുള്ള ശക്തി എന്റെ അനിയത്തി ഇഷയായിരുന്നു. അവളെല്ലാരും വളരെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളുടെ ജീവനായിരുന്നു. ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞാലുണ്ടല്ലോ എത്ര സന്തോഷിക്കുന്നറിയോ. ഇന്ന് ഇവിടെ ഇപ്പോ എല്ലാം ഉണ്ട്, പക്ഷെ അവള് മാത്രമില്ല. അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപാട്. അവളില്ലാതെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടത്തിയുടെ റിപ്പോർട്ട് എനിക്ക് തന്നെ അവളെ കാണിക്കാമായിരുന്നു. അങ്ങനെ അവളുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്നാ റിപ്പോർട്ട്സ് എവിടെയാണെന്ന് പറയൂ. അതോ ആ ഡ്രോയില്. ഇതാണോ? അല്ല ആരവ് സർ, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നല്ലേ? അതെ. പക്ഷെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് വേറെ ചിലതാണല്ലോ. എന്താ? ഐ മീൻ, ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ ഏട്ടത്തി പ്രഗ്നന്റ് അല്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവരോടെല്ലാം പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ
ഈ വിവരം അനുരാഗിലേക്കും അച്ഛനിലേക്കും എത്തും. അല്ല ചേട്ടത്തി, ഈ റിപ്പോർട്ട് അനുസരിച്ച് ആരുടെ റിപ്പോർട്ടാണ്? എന്തു പറ്റി മരുമോൾക്ക്? അല്ല, നിങ്ങളുടെ മുഖത്തൊക്കെ എന്താ ഒരു വല്ലായിക? ഇത് ആരുടെ റിപ്പോർട്ടാണ് നിന്റെ കയ്യിലുള്ളത്? ഇതിലെന്താ ഉള്ളത്? വ്യക്തമായിട്ട് പറഞ്ഞേ. ഇങ്ങോട്ട് തന്നേ. അത് ഈ റിപ്പോർട്ട് ആരവ് സാറിന്റെയാ. ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ചെക്ക് ചെയ്യായിരുന്നു. അപ്പോഴല്ലേ കാലിന് കൊടുക്കേണ്ട എക്സസൈസ് അറിയൂ. ഓ, ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ. എത്രയും പെട്ടെന്ന് ഇവൻ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എനിക്ക് കാണണം. എന്നാലേ ഇവൻ IAS പ്രിപ്പയർ ചെയ്യാൻ കഴിയൂ. അച്ഛാ, ചെയ്തേ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എവിടെ വന്നാ കുടുങ്ങിയത്? ഈ മരം വണ്ടിയെ കൊണ്ട് ആട്ട ശരിക്കും എടുക്ക. അതൊരു ഉണ്ടയാക്കിട്ട് പരത്ത്. എടുക്ക അങ്ങോട്ട്. വെക്കേ. കേരളത്തിന്റെ ഭൂപടം ഉണ്ടാക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ഇഷ മാഡം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകത്തെന്ന് എനിക്ക് മനസ്സിലാവാതെ. എന്തിനു വേണ്ടി ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങോട്ട് മാറി നിന്നേ. ഇങ്ങനെ ഉണ്ടയാക്കണം. എന്നിട്ട് ആട്ടയിലൊന്ന് മുക്കി ഇങ്ങനെ പരത്തണം. എന്നിട്ട് വേണം ഇത് തവയിലിടാൻ. എന്നിട്ട് ചൂടാവുമ്പോ ഇങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ? ഇനി പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തേ. സത്യത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വെറുതെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റിയതല്ലെന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൂടെ ഇഷ മാഡം? പ്ലീസ് ഇവിടെ പോ. അത് കരിയുന്നു. എടി, ഇതിങ്ങനെ കരിച്ചാൽ എങ്ങനെയാ? എന്നാലും ചേട്ടത്തി എന്തിനാ ഇത്രയും വലിയ കള്ളം പറഞ്ഞത്?
പറയൂ ചേട്ടത്തി, എന്തിനായിരുന്നു? അത് ഞാൻ പേടിച്ചിട്ടായിരുന്നു ആരോ. അച്ഛന്റെ സന്തോഷം കണ്ടിട്ടായിരുന്നു എന്റെ പേടി. അന്ന് ഹൽദി ദിവസം എനിക്ക് ചെറുതായി സുഖമില്ലാതായപ്പോ മുത്തശ്ശി തെറ്റിദ്ധരിച്ചതാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ അപ്പൊ തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് ചെക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരാന്ന് കരുതിയതാ. പക്ഷേ മുത്തശ്ശിക്ക് അതിനൊന്നും ക്ഷമയില്ലായിരുന്നു. പിന്നെ ഞാൻ അധികം ഒന്നും മിണ്ടാൻ പോയില്ല. പിന്നെ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോ ഒരു സത്യത്തിൽ എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആരോ, നിനക്ക് അച്ഛന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതല്ലേ? അച്ഛന് സ്വന്തം മകളോട് പോലും ഇത്ര ക്രൂരമായി പെരുമാറാൻ കഴിയുമെങ്കിൽ അവളെ ഇത്രയും കഷ്ടപ്പെടുത്താനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ വെറും മരുമകളല്ലേ? ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവേത് നിങ്ങൾ അച്ഛനോട് ഇതിനെപ്പറ്റി പറയരുത്. ദയവായി ആരോടും നിങ്ങൾ ഇതിനെപ്പറ്റി പറയരുത്, പ്ലീസ്. പക്ഷെ ഏട്ടത്തെ ഈ കാര്യം എത്ര ദിവസത്തേക്ക് മറച്ചു വെക്കാൻ പറ്റും? മറ്റൊന്നുമല്ല, എന്തെങ്കിലും ഒരു ദിവസം ഇതറിയില്ലേ? നോക്ക്, ഇതറിയുന്ന സമയത്ത് അറിയട്ടെ, അപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ ഒന്നും പറയണ്ടെന്നോ ഞാൻ പറഞ്ഞേ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ കാല് പിടിച്ച് പറയാ, പ്ലീസ് പറയരുത്. ചേട്ടത്തി, പേടിക്കേണ്ട, തൽക്കാലം ഇത് ആരും അറിയില്ല. തലയ്ക്കകത്തുള്ള ലൈറ്റ് ഓഫ് ആയതുപോലെ ഒരു തരം വാശി പോലെ. ഇവിടെ തന്നെ അടഞ്ഞു കിടക്കുന്നുള്ളൊരു വാശി. അവിടെ സാറാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുക എപ്പോഴും അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നതെന്ന്. എന്നാൽ ഇവിടെ വല്യമ്മയാണെങ്കിലോ മാഡത്തിന്റെ പുറകെ കൂടിയിരിക്കുക. എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആകെ ഭ്രാന്ത് പിടിക്കുക. ഈ പ്രശ്നത്തിനിടെ കിടന്ന് ഞാനാ നേർന്നത്. ഓയ്യോ പാവം, നമ്മുടെ സൂര്യചേട്ടന്റെ മനപ്രയാസം ഒന്ന് നോക്കിക്കേ. എന്തൊരവസ്ഥയാ, കഷ്ടം അല്ലേ? അങ്ങനല്ലേ? എടി, ഇതെന്താടി? കേരളത്തിന്റെ ഭൂപടം ഉണ്ടാക്കാനാണോ പറഞ്ഞത്? അല്ലേ? ഇനി ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ സംഭവിക്കുന്ന എനിക്കെന്നെ പറയാം. സൂര്യചേട്ടാ, ചെവിന്ന് വിട്. ഈ ചെവി വേദനിക്കുന്നു. ഞാൻ ചേട്ടന് കുറച്ച് മുറകൾ പറഞ്ഞുതരാൻ വന്നതാ. സാമം ദാമം വേദം ദണ്ണം. എന്തൊക്കെയാടാ പറയുന്നത്? ഓരോ കാര്യങ്ങൾ നടത്താനുള്ള ഉപായങ്ങളാ. സാമം ദാമം വേദം ദണ്ണം. ഈ വഴികൾ ഉപയോഗിച്ചാൽ എത്ര വലിയ കാര്യങ്ങളും കൂളായിട്ട് പരിഹരിക്കാം. ആദ്യത്തെ വഴിയാണ് സാമം, അതായത് അനുനയം എന്ന് വെച്ചാൽ സ്നേഹത്തോടെ സംസാരിച്ച് കാര്യം നടത്തിയെടുക്കണം. ചേട്ടൻ ആദ്യം ഈ വഴി ഒന്ന് സ്വീകരിച്ചു നോക്ക്. കാര്യം മനസ്സിലായാലോ? ഒരു ഫ്രണ്ട് ആവണം. എന്നിട്ട് പതുക്കെ സ്നേഹത്തോടെ ചേട്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വെച്ചാ ചേട്ടത്തിയല്ല, ഇഷ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ചേട്ടാ. അടിയും വഴക്കും വക്കാണൊക്കെ കൊണ്ട് വീടൊഴിപ്പിക്കലൊക്കെ നടന്നേക്കും. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടേ നടക്കൂ. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഇത് ബണ്ടിയുടെ ഗ്യാരണ്ടിയാ. അടുക്കളപ്പണിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ നിങ്ങളുണ്ടാക്കി ഈ പപ്പടം പോലത്തെ ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് കഴിച്ചോളാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്.
വേഗം വാ. ഇങ്ങോട്ട്. ആ, ഇപ്പൊ വന്നാൽ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. വാ. പക്ഷേ സരള ആന്റി, അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. നോക്ക്, ആ ജോലികളൊക്കെ നമുക്ക് വന്നതിന് ശേഷം ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒന്ന് അനുസരിക്കാം. വാ. പക്ഷെ സരള ആന്റി, അടുക്കള ഇങ്ങനെ അലങ്കൂലായി കിടക്കുന്നത് കണ്ട പിന്നെ അപ്പൊ നിങ്ങൾ വരില്ല? ഇല്ല. നല്ലപോലെ ആലോചിച്ചിട്ടാണോ? ആലോചിച്ചിട്ടാ. ഉറപ്പാണല്ലോ? ഉറപ്പാ. ഇരിക്കെ. ഇരുന്നോളൂ. കഴിക്ക. എന്നാലും ഇത്ര പെട്ടെന്ന് ഇവൻ ഇങ്ങനെ മാറിയത് എങ്ങനെയാ? ഒരു ഫ്രണ്ട് ആവണം. സ്നേഹത്തോടെ ചേട്ടത്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തുപറ്റി? ഒന്നുമില്ല. ഇത് സ്വപ്നം എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്തതാ. കഴിക്കാം. അപ്പൊ എനിക്ക് വിശപ്പുണ്ടെന്ന് ഇവൻ അറിയായിരുന്നു. നീയും കഴിക്കേ. അയ്യോ, എന്താ എന്തുപറ്റി? എന്തിനാ കരയുന്നത്? എന്താ നല്ല എരിവുണ്ടോ? ഇടോ, താൻ എരിവ് കൂട്ടി കിട്ടോ? അത്രയ്ക്ക് എരിവൊന്നുമില്ലെന്നാ പറയുന്നത്. എന്റെ ജീവിതത്തിൽ മൊത്തം മുളക് വീണിരിക്ക. ഇത് കണ്ടോ? ഈ പാസ്തയ്ക്ക് എന്തൊരു ടേസ്റ്റാ. പക്ഷെ ഞാൻ ഇന്ന് വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയോ മഹാ ബോറാ. അത് ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്തൊരു പാടാ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ. സരള ആന്റി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അതുപോലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നോക്കിക്കോ, ഒരു ദിവസം ഞാനുണ്ടല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ചപ്പാത്തി ഉണ്ടാക്കും. ഉറപ്പാ. IAS എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥമെങ്കിലും അറിയോ നിനക്ക്? ഒരാൾ കാണുന്ന സ്വപ്നമാണ് നീ തകർക്കുന്നേ. നിനക്കറിയാമോ അധ്വാനത്തിന്റെ വില എന്താന്ന്? സ്വപ്നങ്ങളുടെ മൂല്യം എന്താണെന്നറിയോ? ഇവളുടെ ലൈഫിലെ സ്വപ്നങ്ങൾ മുഴുവൻ മാറിയല്ലോ. ഇപ്പൊ ഇവളുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നം നല്ല ചപ്പാത്തി ഉണ്ടാക്കലാണെന്ന് തോന്നുന്നു.
ആന്റി പറഞ്ഞാൽ ശരി തന്നെ. ഇവളോട് സൗഹൃദം കൂടിയിട്ട് വേണം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നേക്കണം. മനസ്സിലായോ? എന്താ കഴിച്ചോ? കഴിക്കും. കഴിച്ചോ? നല്ല വിശപ്പുണ്ടാവുമല്ലോ. വേണ്ട, നീ കഴിച്ചോ. അയ്യോ വേണ്ട. നിങ്ങളവിടെ നല്ല ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ. അത് കഴിച്ചപ്പോ തന്നെ എന്റെ എല്ലാ വിശപ്പും മാറി. വയറ് നിറഞ്ഞു. अजब है कहानी, गजब है फसाना, है रिश्ता ये कैसा किसी ने न जाना। अलग है मिजाज एक दूजे से बिल्कुल, पर चल रहा कारवां, ये कारवां। एक है ज़मीन, एक है आसमां, दोनों से जुड़ा रहते हैं दोनों साथ साथ, पर लंबी है दूरी। നീ ഗുണ്ടയായിരിക്കാം, പക്ഷെ കുറച്ചെങ്കിലും മനുഷ്യത്വമുണ്ട്. ഞാൻ വളരെ ദുരിതം നിറഞ്ഞ വഴിയാ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയാം. പക്ഷെ ഈ യാത്രയിൽ എന്റെ ചങ്ങാതിയായി നീയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവുന്നൊരു ദിവസം ഉണ്ടാവും.